അതല്ല, എല്ലാവരെയും എല്ലാ കാലവും വിഡ്ഢികളാക്കാൻ കഴിയില്ല. നമുക്കൊരു ഈശ്വരനെ വിശ്വസിക്കണം. ശരി, ആ വിശ്വാസം നമ്മുടെ അസ്തിത്വത്തിലേക്ക് കടന്നിറങ്ങട്ടെ. നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. കാരണം നമ്മൾ ഈശ്വരനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈശ്വരനെ വിശ്വസിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈശ്വരൻ്റെ പിന്നാമ്പുറം തിരക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുമ്പോൾ ഓരോ ഈശ്വരൻ്റെയും ചരിത്രത്തിന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടമാവും. കാരണം ഇല്ലാത്ത കെട്ടുകഥകളും കള്ളക്കഥകളും കൊണ്ട് സമ്പന്നമാണ് ഈശ്വരൻ്റെ കഥകൾ. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകളിലേക്ക് പോകണ്ട. നമ്മളിൽ ആളിക്കത്തുന്ന ഭക്തി അല്ലെങ്കിൽ വിശ്വാസം ഒരിടത്ത് നമുക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് വീണ്ടും അതിനെ വളർത്തിയെടുക്കണമെങ്കിൽ ആ പ്രക്രിയയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല. ഈശ്വരൻ്റെ പിന്നാമ്പുറ കഥകൾ തിരഞ്ഞെടുക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ വീണ്ടും നമ്മൾ ചോദ്യം ചെയ്ത് തകർക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഈശ്വരനെ വിശ്വസിക്കുന്നെങ്കിൽ ആ ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക. ആ ഈശ്വരൻ്റെ പിന്നിലുള്ള അവിശ്വസനീയമായ പിന്നാമ്പുറ കഥകളിലേക്ക് പോകാതിരിക്കുക. കാരണം നമ്മുടെ വിശ്വാസം കഥകളിലല്ല, ഈശ്വരനിലാണ്. നന്ദി, നമസ്കാരം.